നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് അലേർട്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി മേട്ടിപ്പാടത്തുണ്ടായ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാരാക്കോട് ആക്കമ്പറവിൽ ജോസഫിന്റെ മകൻ ഷിജോയാണ് മരിച്ചത്. മാരാക്കോട് ഭാഗത്തു നിന്നും ചാലക്കുടിയിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന ഷിജോ ജോസഫിന്റെ ബൈക്കിൽ എതിർദിശയിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി 16 ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൂലാനെ കുറുപ്പം പുത്തുരുത്തി തോടിന്റെ കരയിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ച 140 ലിറ്റർ വാഷ് ചാലക്കുടി എക്സൈസ് റേഞ്ച് സംഘം കണ്ടെടുത്തു. കേസെടുത്ത് പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് പരിശോധനകൾ കർശനമാക്കി. സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ ഉയരുന്നു. സമീപകാലത്ത് ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുണ്ട്. കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ, അവർക്കായി സമൂഹമാധ്യമ കൂട്ടായ്മ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അമ്മക്കൂട്ടം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി AIYF 10 വീട് വെച്ച് നൽകുന്നതിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി പുല്ലൂറ്റ് സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മാള യൂണിയന്റെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ ജാഥ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടന നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധ ജാഥ നടത്തിയത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബു ഡേവിസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. എറിയാട് നിന്നും ഭീമൻ ഉടുമ്പിനെ പിടികൂടി. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം റോഡരികിലാണ് ഉടുമ്പിനെ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗമായ മുഹമ്മദാണ് ഉടുമ്പിനെ പിടികൂടിയത്. പിന്നീട് വനംവകുപ്പ് അധികൃതർ എത്തി ഉടുമ്പിനെ കാട്ടിൽ വിട്ടയച്ചു. മാള ഗ്രാമപഞ്ചായത്ത് PK പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നീക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്തിന് മുൻപിൽ നടന്ന ധർണ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.